നിങ്ങൾ അറിഞ്ഞായിരുന്നോടെ കമന്റ് ബോക്സിൽ ഒരുപാട് പേര് പറഞ്ഞത് കൊണ്ട് മാത്രം നമ്മൾ ക്യാബിനിലെ കുഷനെല്ലാം സ്റ്റിച്ച് ചെയ്ത് സെറ്റാക്കി എന്നിട്ട് നേരം വെളുക്കുന്നതിന് മുന്നേ തന്നെ അടുത്ത ട്രിപ്പ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പോകും. ട്രിപ്പ് എടുക്കാൻ വേണ്ടി പള്ളിയിൽ എത്തിയപ്പോൾ തന്നെ ഇവിടെ ആൾക്കാർ മുഴുവൻ വണ്ടിയിൽ കയറാൻ വേണ്ടിയിട്ട് സെറ്റായി നിൽക്കുന്നുണ്ട്. അങ്ങനെ പള്ളിയിലുള്ള ആൾക്കാരെ കയറ്റി നമ്മൾ നേരെ മലയാറ്റൂർ ലക്ഷ്യമാക്കാണ് പോകും. ഞാനും ചേട്ടനും ബാപ്പുവും കൂടെയാണ് നമ്മൾ ഈ ട്രിപ്പിന് പോകുന്നത്. സ്ഥലങ്ങൾ കണ്ടു പോകുന്നത് കൊണ്ട് മലയാറ്റൂരിൽ രാത്രിയാണ് എത്തുന്നത്. ചേട്ടന് സംസാരിക്കാൻ വേണ്ടിയിട്ട് ഒരു കമ്പനി കൊടുക്കാൻ പള്ളിയിൽ അച്ഛനും ക്യാബിനിൽ തന്നെ വാസം ഉറപ്പിച്ചിട്ടുണ്ട്. ഏകദേശം വിതുരയൊക്കെ കഴിഞ്ഞപ്പോൾ കാടിന്റെ ആംബിയൻസ് തോന്നിക്കുന്ന സ്ഥലത്ത് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് വണ്ടി ചവിട്ടി. ഞാൻ നോക്കിയപ്പോൾ ചേട്ടനും ബാപ്പും കൂടെ എന്തൊക്കെ തള്ളകഥകൾ പറഞ്ഞ് പരസ്പരം നോക്കി ചിരിച്ചോണ്ടിരിക്കുകയായിരുന്നു. നല്ല കിടലിന് അപ്പവും കടലക്കറിയും ബീഫ് കറിയും ആയിരുന്നു ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അങ്ങനെ വണ്ടിയിൽ വന്ന ആൾക്കാരുടെ കൂടെ ഇരുന്ന് ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് അടുത്തുള്ള ഒരു പമ്പിൽ ഡീസൽ അടിക്കാൻ വേണ്ടിയിട്ട് കയറി. ഏകദേശം ഒരു 13,000 രൂപയ്ക്ക് ഡീസൽ അടിച്ച് തൊട്ടടുത്തുള്ള സ്ഥലത്ത് സർബത്ത് കുടിക്കാൻ വേണ്ടി നിർത്തി. ഒരു ചരുവ നിറച്ചുള്ള സർബത്തും കൊണ്ടാണ് നമ്മുടെ ആൾക്കാർ ട്രിപ്പിന് വന്നത്. അങ്ങനെ നല്ല അടിപൊളി സർബത്തും കുടിച്ച് നമ്മൾ നേരെ അടുത്ത സ്ഥലം ലക്ഷ്യമാക്കിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അഞ്ചല് പുനലൂർ റൂട്ടിലൂടെയാണ് നമ്മൾ യാത്ര തിരിച്ചത്. മെയിൻ ടൗണുകളിൽ മാത്രമേ അത്യാവശ്യം വണ്ടി തിരക്ക് ഉണ്ടായിരുന്നുള്ളൂ. ബാക്കിയെല്ലാം റോഡ് ഫ്രീ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു തിരക്കും ഇല്ലാതെ നമ്മൾ കാഞ്ഞിരപ്പള്ളിയിലുള്ള ഒരു വീടിന്റെ മുന്നിൽ നമ്മളെ വണ്ടി പാർക്ക് ചെയ്തിട്ട് നമ്മൾ തൊട്ടടുത്തുള്ള ഒരു വീട്ടിൽ ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് പോവാൻ നല്ലൊരു അടിപൊളി ഊണ് നമ്മുടെ വണ്ടിയിലൊന്നും ആൾക്കാർ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഊണും കഴിച്ച് വയറുണ്ടപ്പയാക്കി നമ്മൾ നേരെ പോയപ്പോഴാണ് ആ അത്ഭുതകരമായിട്ടുള്ള ടെസ്റ്റ് സംഭവിച്ചത്. ഇലക്ഷന്റെ ഭാഗമായിട്ടുള്ള ഒരു അടിപൊളി ബ്ലോക്കിൽ നമ്മൾ പോയി പെട്ട്. ഒടുവിൽ എങ്ങനെയൊക്കെയോ ബ്ലോക്കിന് തരണം ചെയ്ത് നമ്മൾ അമ്പലത്തുറ പള്ളിയിലെത്തി ഏകദേശം ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ ആൾക്കാർ തിരിച്ചു വന്ന് വണ്ടിയിലേക്ക്. അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് വണ്ടി എടുത്ത് നമ്മൾ നേരെ പോയത് അൽഫോൻസാമ്മയുടെ പള്ളിയെ ഭരണങ്ങാനത്തേക്കാണ്. ഈസ്റ്ററും സീസണും ഒക്കെ കഴിഞ്ഞതുകൊണ്ട് തന്നെ ഭരണങ്ങാനം പള്ളിയിൽ അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ പാർക്കിംഗ് ഗ്രൗണ്ടിലിട്ട് നമ്മുടെ ചെറുക്കനൊന്ന് കറക്കി. അപ്പോഴേക്കും ഫോട്ടോ എടുത്ത് കൊടുക്കണമെന്ന് ആവശ്യമായിട്ട് ബാപ്പു സാർ അങ്ങനെ ഫോട്ടോസ് എടുത്ത് അവിടെ നിന്ന് ആൾക്കാരെ കയറ്റി തിരിച്ച് ചായ കുടിക്കാൻ വേണ്ടി കടയിൽ കയറിയപ്പോഴാണ് ഒരു കാര്യം സംഭവിച്ചു. ഒരു മാമന്റെ കടയുടെ മുമ്പിൽ നമ്മൾ വണ്ടി ഇട്ടെന്ന് പറയും മാമൻ വന്ന് ഫുൾ ഷോ. തിരുവനന്തപുരത്ത് നിന്ന് ഓടി വന്ന വണ്ടിയാണ്. അതുകൊണ്ട് തന്നെ ക്ഷീണം വന്നപ്പോൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഒരു കടയുടെ മുന്നിൽ നിർത്തിയത്. ആ മാമന്റെ കടയിലെ കച്ചവടത്തെ അത് ബാധിക്കുമെന്ന് പറഞ്ഞായിരുന്നു ആ മാമൻ നമ്മളോട് ഇടം തർക്കിച്ചു. എന്നാലും കോട്ടയംകാരെ കുറിച്ച് നമ്മൾ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല വിചാരിച്ചിരുന്നത്. അങ്ങനെ അവിടെ നിന്ന് നേരെ മലയാറ്റൂർ പള്ളിയിൽ പാർക്കിങ്ങിലെത്തിയപ്പോഴാണ് യഥാർത്ഥ കോട്ടയംകാരുടെ സ്നേഹം നമ്മൾ തിരിച്ചറിഞ്ഞു. നമ്മുടെ വണ്ടി വരുന്നത് കണ്ടിട്ട് ഈ 2 പയ്യന്മാരും കൂടെ നമ്മളടുത്ത് വന്ന് ഒരുപാട് നേരം സംസാരിച്ചു. അങ്ങനെ അവരോട് സൊറ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ സമയം പോയതേ ഞാൻ അറിഞ്ഞില്ല. അങ്ങനെ സൊറയൊക്കെ പറഞ്ഞ് അവർ മല കയറാൻ പോയ സമയത്ത് ഞാൻ കുറച്ചു നേരം വണ്ടിക്കകത്ത് കിടന്നൊരു സുഖം ഉറക്കം ഉറങ്ങി. വെളുപ്പിന് 3 മണിക്കാണ് നമ്മുടെ ആൾക്കാർ തിരിച്ചു വന്ന് വണ്ടിയിൽ കയറി. അങ്ങനെ സേഫ് ആയിട്ട് അവരെ തിരിച്ചുകൊണ്ട് നാട്ടിലിറങ്ങി. അപ്പം ബാക്കി നാളെ.